സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 50 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും കണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2024 മാർച്ചിൽ ലോക്സഭ നിയമസഭ തെരഞ്ഞെടുപ്പുകളിൽ പോസ്റ്റൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം എത്രയായാണ് ഉയർത്തിയത്? 85 വയസ്സായിട്ടാണ് ഉയർത്തിയത്. ഇതിനു മുമ്പ് 80 വയസ്സ് വരെ ആയിരുന്നു. ഇപ്പൊ 2024 മാർച്ചിൽ ലോക്സഭ നിയമസഭ തെരഞ്ഞെടുപ്പുകളിൽ പോസ്റ്റൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം എത്രയായാണ് ഉയർത്തിയത്? 85. ഇതിനു മുമ്പ് എത്ര വയസ്സായിരുന്നു? 80. 2024 വിലാസിനി സ്മാരക നോവൽ പുരസ്കാര ജേതാവ്. 2024 വിലാസിനി സ്മാരക നോവൽ പുരസ്കാര ജേതാവ് ഷാനവാസ് പൊങ്ങനാടാണ്. ഷാനവാസ് പൊങ്ങനാട്. നിലം തൊട്ട നക്ഷത്രങ്ങൾ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഇപ്പൊ 2024 വിലാസിനി സ്മാരക നോവൽ പുരസ്കാര ജേതാവ് ആരാണ്? ഷാനവാസ് പൊങ്ങനാട്. ഷാനവാസ് പൊങ്ങനാടാണ്. കൃതി ഏതാണ്? നിലം തൊട്ട നക്ഷത്രങ്ങൾ. ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനായുള്ള ആപ്പ് ഏതാണ്? ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനായുള്ള ആപ്പാണ് ഹരിതമിത്രം ആപ്പ്, അല്ലെങ്കിൽ ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് ആപ്പ്. ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനായുള്ള ആപ്പ് സംവിധാനമാണ് ഹരിതമിത്രം ആപ്പ്, അല്ലെങ്കിൽ ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് ആപ്പ്. വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടും നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകാനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി ക്യുക്ക് സെർവ്. വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടും നഗര കേന്ദ്രീകൃതമായിട്ട് വിവിധ സേവനങ്ങൾ നൽകാനുമായിട്ട് കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ക്യുക്ക് സെർവ്. അടുത്തിടെ റഷ്യ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യൻ ഗാരി കാസ്പറോവ്. അടുത്തിടെ റഷ്യ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യനാണ് ഗാരി കാസ്പറോവ്. അടുത്ത ചോദ്യം, ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന വനിതാ ശിശു ക്ഷേമ വകുപ്പ് നൽകുന്ന വനിതാ രത്ന പുരസ്കാരങ്ങൾ ലഭിച്ചവർ ആരൊക്കെയാണ്? ട്രീസ ജോളി, ജിലുമോൾ മാരിയറ്റ് തോമസ്, അന്നപൂർണി സുബ്രഹ്മണ്യം, വിജി പെൺകുട്ട്. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് നൽകുന്ന വനിതാ രത്ന പുരസ്കാരങ്ങൾ ലഭിച്ചവർ ആരൊക്കെയാണ്? ട്രീസ ജോളി, ജിലുമോൾ മാരിയറ്റ് തോമസ്, അന്നപൂർണി സുബ്രഹ്മണ്യം, വിജി പെൺകുട്ട്. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. അമിത ഭാരം കയറ്റുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായി സംസ്ഥാന വ്യാപകമായിട്ട് വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ ഓവർലോഡ്. അമിത ഭാരം കയറ്റുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായിട്ട് സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ഓവർലോഡ്. അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിന്റെ ചെയർമാനായിട്ട് നിയമിതനായ മലയാളി പ്രൊഫസർ TN സതീശനാണ്. അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ ഏത് സർവകലാശാലയിലെയാണ്? അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിന്റെ ചെയർമാനായിട്ട് നിയമിതനായ മലയാളിയാണ് പ്രൊഫസർ TN സതീശൻ. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് സാറ ജോസഫാണ്. സാറ ജോസഫിന്റെ എസ്തർ എന്ന നോവലിനാണ് അവാർഡ് ലഭിച്ചത്. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് ആരാണ്? സാറ ജോസഫ്.
മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ അവാർഡിന് സാറ ജോസഫിനെ അർഹമാക്കിയ കൃതി ഏതാണ്? എസ്തർ. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. 2025. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSFലെ ആദ്യ വനിതാ സ്നൈപ്പർ. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലെ ആദ്യത്തെ വനിതാ സ്നൈപ്പറാണ് സുമൻ കുമാരി. സുമൻ കുമാരി. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അല്ലെങ്കിൽ BSFലെ ആദ്യത്തെ വനിതാ സ്നൈപ്പറാണ് സുമൻ കുമാരി. 2024 ഫെബ്രുവരി പ്രകാരം യുറാനസിന്റെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 2024 ഫെബ്രുവരിയിലെ അപ്ഡേറ്റ് അനുസരിച്ച് യുറാനസിന്റെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 28 ആണ്. 28. സംസ്ഥാനത്ത് സർക്കാർ നിയന്ത്രണത്തിലുള്ള ഏറ്റവും വലിയ കെട്ടിട നിർമ്മാണ പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. കൊച്ചി. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യത്തെ ജില്ല വയനാടാണ്. ഇന്ത്യയിലെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ലയാണ് വയനാട്. അധ്യാപകരുടെ പങ്കാളിത്തത്തോടെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് നേർവഴി. അധ്യാപകരുടെ പങ്കാളിത്തത്തോടെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് നേർവഴി. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ മലയാളി താരം ശോഭന ആശ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ മലയാളി താരമാണ് ശോഭന ആശ. 2024 മാർച്ച് 8 രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത പ്രശസ്ത എഴുത്തുകാരി. 2024 മാർച്ച് 8 രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത പ്രശസ്ത എഴുത്തുകാരി സുധാമൂർത്തിയാണ്. സുധാമൂർത്തി. 5ാം പനി, റുബെല്ല രോഗങ്ങൾ തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് മിസൈൽസ് ആൻഡ് റുബെല്ല പാർട്ട്ണർഷിപ്പ് ചാമ്പ്യൻ അവാർഡ് ലഭിച്ചത് ഇന്ത്യ. 5ാം പനി, റുബെല്ല രോഗങ്ങൾ തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് മിസൈൽസ് ആൻഡ് റുബെല്ല പാർട്ട്ണർഷിപ്പ് ചാമ്പ്യൻ അവാർഡ് ലഭിച്ചത് ഇന്ത്യക്കാണ്. 2024 മാർച്ചിൽ രാജിവെച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. 2024 മാർച്ചിൽ രാജിവെച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? അരുൺ ഗോയൽ ആണ്. അരുൺ ഗോയൽ. 71ാമത് മിസ് വേൾഡ് ജേതാവ്. 71ാമത് മിസ് വേൾഡ് ജേതാവ് ക്രിസ്റ്റീന പിഷ്കോവ. ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പിഷ്കോവയാണ് 71ാമത് മിസ് വേൾഡ് ജേതാവ്. ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കം. ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കം സെല തുരങ്കമാണ്. അരുണാചൽ പ്രദേശിലെ സെല തുരങ്കമാണ് ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കം. സെല തുരങ്കം എവിടെയാണ്? അരുണാചൽ പ്രദേശിൽ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഇൻസ്റ്റാഗ്രാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഇൻസ്റ്റാഗ്രാം. 77ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീട ജേതാക്കൾ സർവീസസ് ആണ്. 77ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ്? സർവീസസ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്ന ഇന്ത്യൻ താരം രവിചന്ദ്രൻ അശ്വിൻ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്ന ഇന്ത്യൻ താരമാണ് രവിചന്ദ്രൻ അശ്വിൻ. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം കൊൽക്കത്തയാണ്. കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ആഴത്തിലുള്ള മെട്രോ സ്റ്റേഷൻ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ആഴത്തിലുള്ള മെട്രോ സ്റ്റേഷൻ ഹൗറ മെട്രോ സ്റ്റേഷനാണ്. ഹൗറ മെട്രോ സ്റ്റേഷൻ. ഇന്ത്യയിലെ ഏറ്റവും ആഴത്തിലുള്ള മെട്രോ സ്റ്റേഷൻ ഏതാണ്? ഹൗറ മെട്രോ സ്റ്റേഷൻ. 2023 ഡിസംബറിൽ ആരംഭിച്ച ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയായ കേരളത്തിലെ സർവകലാശാല.
MG സർവകലാശാലയാണ് 2023 ഡിസംബറിൽ ആരംഭിച്ച ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയായ കേരളത്തിലെ സർവകലാശാലയാണ് MG സർവകലാശാല. 2024 മാർച്ചിൽ ടിബറ്റൻ ആടിനെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം. 2024 മാർച്ചിൽ ടിബറ്റൻ ആടിനെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ചൈനയാണ്. ചൈന. ഇന്ത്യയിലെ ആദ്യ ബിസിനസ് ജെറ്റ് ടെർമിനൽ നിലവിൽ വന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. സിയാലിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ നിലവിൽ വന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട കണക്കു പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാമത് ദക്ഷിണ സുഡാനാണ്. അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട കണക്കു പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാമത് ദക്ഷിണ സുഡാൻ. 2024 മാർച്ചിൽ പുറത്തിറങ്ങിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. 2024 മാർച്ചിൽ പുറത്തിറങ്ങിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേര് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ആരുടെ ആത്മകഥയാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതി അധ്യക്ഷൻ രാംനാഥ് കോവിന്ദാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷനാണ് രാംനാഥ് കോവിന്ദ്. 2024 മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ആദ്യത്തെ 8 വരി എലവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ ആണ്. 2024 മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ആദ്യത്തെ 8 വരി എലവേറ്റഡ് ഹൈവേ ആണ് ദ്വാരക എക്സ്പ്രസ് വേ. ദ്വാരക എക്സ്പ്രസ് വേ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആണവായുധ വാഹക ശേഷിയുള്ള അഗ്നി 5 ബഹുലക്ഷ്യ മിസൈലിന്റെ പരീക്ഷണത്തിന് നൽകിയ പേര് മിഷൻ ദിവ്യാസ്ത്ര. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ആണവായുധ വാഹക ശേഷിയുള്ള അഗ്നി 5 ബഹുലക്ഷ്യ മിസൈലിന്റെ പരീക്ഷണത്തിന് നൽകിയ പേരാണ് മിഷൻ ദിവ്യാസ്ത്ര. മിഷൻ ദിവ്യാസ്ത്ര. പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ടോവിനോ തോമസ്. ചിത്രം അദൃശ്യ ജാലകങ്ങൾ. പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ടോവിനോ തോമസ് ആണ്. ഏത് ചിത്രത്തിൽ അഭിനയത്തിനാണ്? അദൃശ്യ ജാലകങ്ങൾ. ലോക്പാലിന്റെ അധ്യക്ഷനായി നിയമിതനായതാര്? ലോക്പാലിന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് അജയ് മണിക് റാവു ഖാൽവിൽക്കർ ആണ്. ലോക്പാലിന്റെ അധ്യക്ഷനായി നിയമിതനായത് ജസ്റ്റിസ് അജയ് മണിക് റാവു ഖാൽവിൽക്കർ. ജസ്റ്റിസ് അജയ് മണിക് റാവു ഖാൽവിൽക്കർ ലോക്പാലിന്റെ അധ്യക്ഷൻ. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ച മിസൈൽ ഏതാണ്? അഗ്നി 5 ആണ്. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ച മിസൈലാണ് അഗ്നി 5. ഇന്ത്യയുടെ പുതിയ വിജിലൻസ് കമ്മീഷണർ AS രാജീവ്. ഇന്ത്യയുടെ പുതിയ വിജിലൻസ് കമ്മീഷണർ ആരാണ്? AS രാജീവ്. AS രാജീവ് ആണ് ഇന്ത്യയുടെ പുതിയ വിജിലൻസ് കമ്മീഷണർ. പൗരത്വ നിയമത്തിലെ വിവാദമായ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരള നിയമസഭയാണ്. പൗരത്വ നിയമത്തിലെ വിവാദമായ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ നിയമസഭയാണ് കേരള നിയമസഭ. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോട്. തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ വികസിപ്പിക്കുന്ന ഉപഗ്രഹം ബാർട്ടോസാറ്റ്. ബാർട്ടോസാറ്റ്. തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ വികസിപ്പിക്കുന്ന ഉപഗ്രഹമാണ് ബാർട്ടോസാറ്റ്. ബാർട്ടോസാറ്റ്. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കുന്നതിനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതി
അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കുന്നതിനായിട്ട് കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ചെങ്ങാതി. പദ്ധതിയുടെ പേര് ചെങ്ങാതി. ജന്മന ഹൃദയ വൈകല്യമുള്ളവരുടെ കുട്ടികളുടെ ചികിത്സയ്ക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. ജന്മന ഹൃദയ വൈകല്യമുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഹൃദ്യം. പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായ മലയാളി നടൻ. പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായ മലയാളി നടൻ ലാലു അലക്സ് ആണ്. ലാലു അലക്സ്. 2024 വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ്. 2024 വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ചന്ദ്രയാൻ 4 ദൗത്യത്തിന്റെ ഭാഗമായി ജപ്പാനുമായി സഹകരിച്ച് ISRO വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന ദൗത്യമാണ് ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ ലുപെക്സ്. ചന്ദ്രയാൻ 4 ദൗത്യത്തിന്റെ ഭാഗമായി ജപ്പാനുമായി സഹകരിച്ച് ISRO വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന ദൗത്യം ഏത് രാജ്യവുമായിട്ടാണ്? ജപ്പാനുമായിട്ട് സഹകരിച്ച് ISRO വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന ദൗത്യമാണ് ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ. 2024 ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് ജേതാക്കളായ ഇന്ത്യൻ സഖ്യം സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യമാണ്. 2024 ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് ജേതാക്കളായ ഇന്ത്യൻ സഖ്യമാണ് സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം. അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന്റെ വേദിയായിരുന്നത് വാഗമൺ ആണ്. അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന്റെ വേദിയായത് വാഗമൺ. അവസാനത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും മികച്ച 10 കമാൻഡോ വിഭാഗങ്ങളിലൊന്നായ ഇന്ത്യൻ നാവികസേനയുടെ മറൈൻ കമാൻഡോ ഫോഴ്സ് മാർക്കോസ്. ലോകത്തിലെ ഏറ്റവും മികച്ച 10 കമാൻഡോ വിഭാഗങ്ങളിലൊന്നായ ഇന്ത്യൻ നാവികസേനയുടെ മറൈൻ കമാൻഡോ ഫോഴ്സ് ആണ് മാർക്കോസ്. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.